കാർഷിക വാർത്തകൾ. കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള ഈട് രഹിത വായ്പാ പരിധി ഉയർത്താൻ സർക്കാർ പരിഗണന. 1.6 ലക്ഷം രൂപയിൽ നിന്ന് 2 ലക്ഷമായി ഉയർത്താനാണ് നീക്കം. ക്ഷീര, കോഴി കർഷകർക്കുള്ള വായ്പാ പരിധി 5 ലക്ഷമായും ഉയർത്തിയേക്കും. ഇക്കഴിഞ്ഞ ബജറ്റിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് പ്രകാരമുള്ള ക്രെഡിറ്റ് പരിധി വർദ്ധിപ്പിച്ചതിനു ശേഷം ഈ വിഭാഗത്തിലെ ഈടുരഹിത വായ്പാ പരിധി 1.6 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷമായി ഉയർത്താനുള്ള നീക്കത്തിലാണ് സർക്കാർ. ക്ഷീര, കോഴി കർഷകർക്കുള്ള വായ്പാ പരിധി 5 ലക്ഷമായി ഉയർത്താനും സാധ്യതയുണ്ട്. മുൻപ് KCCക്ക് കീഴിലുള്ള വായ്പാ പരിധി 3 ലക്ഷം രൂപയായിരുന്നപ്പോൾ ഓരോ വിഭാഗത്തിനുമുള്ള പരിധി വ്യത്യസ്തമായിരുന്നു. ഉദാഹരണത്തിന് ക്ഷീര കർഷകർക്ക് 2 ലക്ഷം രൂപയായിരുന്നു പരിധി. വായ്പാ പരിധി ഉയർത്തുന്നതിനുള്ള നിർദ്ദേശം ധനകാര്യ സേവന വകുപ്പിന് കീഴിലുള്ള ഇന്റർ മിനിസ്റ്റീരിയൽ കമ്മിറ്റി ഇതിനോടകം അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ ബാങ്കുകൾക്കായുള്ള അന്തിമ തീരുമാനത്തിന് വിഷയം RBIയിലേക്ക് റഫർ ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. നിലവിൽ 11% KCC അക്കൗണ്ടുകളിലും 3 ലക്ഷത്തിൽ കൂടുതലുള്ള വായ്പകളുണ്ട്. അതിനാൽ 80 ലക്ഷത്തിലധികം കർഷകർക്ക് ഉടനടി പ്രയോജനം ലഭിക്കുന്നതാണ് ബജറ്റിലെ വായ്പാ പരിധി ഉയർത്തൽ പ്രഖ്യാപനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നാഷണൽ സീഡ്സ് കോർപ്പറേഷൻ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. മൊത്തം മൂല്യത്തിന്റെ 5% 35.3 കോടി രൂപയാണ് ഡിവിഡൻഡ് അനുവദിച്ചത്. കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ സീഡ്സ് കോർപ്പറേഷൻ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 35.3 കോടി രൂപയുടെ അന്തിമ ലാഭവിഹിതം പ്രഖ്യാപിച്ചു. ഇത് കമ്പനിയുടെ മൊത്തം മൂല്യത്തിന്റെ 5%. സാമ്പത്തിക വർഷത്തിലെ എക്കാലത്തെയും ഉയർന്ന ലാഭവിഹിതമാണിത്. സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുന്നതിനൊപ്പം ദേശീയ കാർഷിക വികസനത്തിന് സംഭാവന നൽകുന്നതിനുള്ള NSEയുടെ പ്രതിബദ്ധതയെ അടിവരയിടുന്നുവെന്നാണ് ഈ നീക്കത്തിനെ സർക്കാർ ചൂണ്ടിക്കാട്ടിയത്. കൃഷി സെക്രട്ടറി ദേവേഷ് ചതുർവേദിയുടെയും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ NSEയുടെ ചെയർപേഴ്സണും മാനേജിംഗ് ഡയറക്ടറുമായ മനീന്ദർ കൗർ ദ്വിവേദിയാണ് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന് ലാഭവിഹിത ചെക്ക് സമ്മാനിച്ചത്. ബി മിനി രത്ന കാറ്റഗറി 1 കമ്പനിയായ NSE പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം 1143.26 കോടി രൂപയാണ് നേടിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ കാർഷിക സബ്സിഡികൾ ഉൽപാദന മൂല്യത്തിന്റെ 10%-ലുള്ളിലായിരിക്കണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കരാർ പ്രകാരം ഇതു സംബന്ധിച്ച കണക്കുകൾ വർഷാവർഷം ലോക വ്യാപാര സംഘടനയെ അറിയിക്കേണ്ടതുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. വികസ്വര രാജ്യമെന്ന നിലയിൽ അടിസ്ഥാന താങ്ങുവില പോലുള്ള സംവിധാനങ്ങളിലൂടെ ഇന്ത്യക്ക് കാർഷിക മേഖലയ്ക്ക് സബ്സിഡികൾ നൽകാൻ കഴിയും. എന്നാൽ ഈ സബ്സിഡികൾ വിളയുടെ ഉൽപാദന മൂല്യത്തിന്റെ 10%-നുള്ളിൽ ആയിരിക്കണമെന്നാണ് നിഷ്കർഷിക്കുന്നത്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ വർഷം തോറും ലോക വ്യാപാര സംഘടനയെ അറിയിക്കണമെന്നും കേന്ദ്ര കൃഷിമന്ത്രി പാർലമെന്റിൽ വ്യക്തമാക്കി. ലോക വ്യാപാര സംഘടനയുടെ കൃഷി കരാർ പ്രകാരം എല്ലാ അംഗങ്ങൾക്കും അടിസ്ഥാന താങ്ങുവില MPS നൽകാൻ കഴിയും. ഇതിൽ സർക്കാരുകളുടെ അപ്ലൈഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസ് ഉൾപ്പെടുന്നു. ഇന്ത്യയിൽ ഇത് താങ്ങുവിലയാണ്. ലോക വ്യാപാര സംഘടനയുടെ ആഭ്യന്തര പിന്തുണയും സബ്സിഡിയും സംബന്ധിച്ച വ്യവസ്ഥകളുടെ പശ്ചാത്തലത്തിൽ ചെറുകിട കർഷകർ ഉൾപ്പെടെയുള്ള കർഷകരുടെ താൽപര്യം സംരക്ഷിക്കുന്നതിന് സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാലാവസ്ഥാ വ്യതിയാനം ഏലം മേഖലയെ ദോഷകരമായി ബാധിച്ചതായി ഏലം കർഷകർ. ഏലം കൃഷിയിൽ പുതിയ രോഗങ്ങളും കീടബാധയും ഉണ്ടായതായാണ് റിപ്പോർട്ട്. മാറി മാറി വരുന്ന മഴയും ചൂടും ഏലം കൃഷിയിൽ പുതിയ രോഗങ്ങളും കീടബാധയും ഉണ്ടാക്കിയതായാണ് ഇടുക്കിയിലെ ഏലം കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഓരോ വർഷവും 5 ലക്ഷം തേനീച്ചകളുടെ കുറവുണ്ടാകുമെന്നാണ് കർഷകർ വ്യക്തമാക്കുന്നത്. കർഷകരുടെ മിത്രമായ തേനീച്ചകളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവ് ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഊരൻ, ഫിസേറിയം, ചൊറി, അഴുകൽ തുടങ്ങിയവയാണ് ഏലത്തെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ. മണ്ണിന്റെ pH മാറുമ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഏലക്കായുടെ 10% കയറ്റുമതി ഏതാനും വർഷങ്ങളായി കൂടുന്നുണ്ട്. റഷ്യ അടക്കമുള്ള മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഏലക്ക ഗുണനിലവാരം കുറവാണെന്നാണ് മുൻപ് കണ്ടെത്തിയിരുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ പഴം പച്ചക്കറി കയറ്റുമതിയിൽ 47.3% വർധന. വാണിജ്യ വകുപ്പിന് കീഴിലുള്ള അഗ്രികൾച്ചറൽ പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്സ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ സാമ്പത്തിക സഹായ പദ്ധതികളാണ് വളർച്ചയ്ക്ക് കാരണമായത്. 2019-20നും 2023-24നും ഇടയിൽ ഇന്ത്യയുടെ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും കയറ്റുമതി 47.3% വർധനയാണ് രേഖപ്പെടുത്തിയത്. അന്താരാഷ്ട്ര ഗുണനിലവാര മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ധനസഹായത്തിലൂടെ ഉറപ്പാക്കാൻ ഇന്ത്യയ്ക്കായി. വാണിജ്യ വകുപ്പിന് കീഴിലുള്ള കാർഷിക സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി നൽകുന്ന സാമ്പത്തിക സഹായ പദ്ധതികളാണ് വളർച്ചയ്ക്ക് കാരണമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഗ്രേഡിംഗ്, പാക്ക് ഹൌസുകൾ, പ്രീ കൂളിംഗ് യൂണിറ്റുകൾ, കോൾഡ് സ്റ്റോറേജ്, റെഫ്രിജറേറ്റഡ് ട്രാൻസ്പോർട്ടേഷൻ, റേഡിയേഷൻ, വേപ്പർ ഹീറ്റ് ട്രീറ്റ്മെന്റ്,
ഹോട്ട് വാട്ടർ ഡിപ്പ് ട്രീറ്റ്മെന്റ് തുടങ്ങിയ ട്രീറ്റ്മെന്റ് സൗകര്യങ്ങൾ പോലുള്ള അവശ്യ കയറ്റുമതി സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റബ്ബറിന് വില തകർച്ച. കേരളത്തിൽ 4ാം ഗ്രേഡ് റബ്ബറിന് കിലോ 2 രൂപ കുറഞ്ഞു. പച്ച ഇഞ്ചി ഉൽപാദനം ഉയർന്നത് ഇഞ്ചി വിലയിൽ ഇടിവുണ്ടാക്കി. പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ ഏലം. അമേരിക്കയും ബീജിംഗും തമ്മിലുള്ള വ്യാപാര സംഘർഷം കൂടുതൽ സങ്കീർണതയിലേക്ക് നീങ്ങിയതോടെ ചൈനീസ് ടയർ ലോബി രാജ്യാന്തര റബ്ബർ മാർക്കറ്റിൽ നിന്നും പെടുന്നനെ പിന്മാറി. ടയർ വ്യവസായികളുടെ നീക്കം അത്ര ശുഭകരമല്ലെന്ന് മനസ്സിലാക്കി നിക്ഷേപകർ ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ റബ്ബറിലെ പൊസിഷനുകൾ കുറയ്ക്കാൻ തിരക്കിട്ട നീക്കം നടത്തിയത് വില തകർച്ചയ്ക്ക് ഇടയാക്കി. റബ്ബർ മെയ് അവധി കിലോ 377 യെന്നിലേക്ക് ഇടിഞ്ഞു. കേരളത്തിൽ 4ാം ഗ്രേഡ് റബ്ബർ കിലോ 2 രൂപ കുറഞ്ഞ് 190 രൂപയായി. ചുക്ക് സ്റ്റോക്കിസ്റ്റുകൾ വില തകർച്ചയ്ക്ക് മുന്നിൽ സ്തംഭിച്ചു നിൽക്കുകയാണ്. പച്ച ഇഞ്ചി ഉൽപാദനം ഉയർന്നതോടെ ചുക്ക് വില കഴിഞ്ഞ ദിവസം ക്വിന്റലിന് 10,000 രൂപ ഇടിഞ്ഞു. അതേസമയം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇഞ്ചി വില കുറഞ്ഞത് നടപ്പു വർഷം ചുക്ക് ഉൽപാദനം ഇരട്ടിയാകാൻ ഇടയാക്കാം. കൊച്ചിയിൽ ചുക്ക് സ്റ്റോക്ക് കുറവാണെങ്കിലും ഉൽപാദന മേഖലകളിൽ നീക്കിയിരിപ്പുണ്ട്. ഇതിനിടയിൽ സ്റ്റോക്കുള്ള ചുക്കിന് കുത്തുവീഴാനുള്ള സാധ്യതകളും ഉൽപാദകരെ ആശങ്കയിലാക്കുന്നു. വിവിധയിനം ചുക്ക് 22,500, 25,000 രൂപയിൽ വ്യാപാരം നടന്നു. ഗൾഫ് മേഖലയിൽ നിന്നും നോയമ്പുകാല ആവശ്യങ്ങൾക്കെത്തിയ ഓർഡറുകളിൽ ഏറിയ പങ്കും കയറ്റുമതി നടത്തി. നെടുങ്കണ്ടത്ത് രാവിലെ നടന്ന ഏലക്ക ലേലത്തിൽ ആഭ്യന്തര വിദേശ വാങ്ങലുകാരുടെ പിന്തുണ ലഭ്യമായിട്ടും ഉൽപാദകരുടെ പ്രതീക്ഷയ്ക്കൊത്ത വില ഉറപ്പുവരുത്താനായില്ല. ശരാശരി ഇനങ്ങൾ കിലോ 2,953 രൂപയിൽ കൈമാറി. അതേസമയം വിദേശ ഓർഡറുകളുടെ മികവിൽ മികച്ച ഇനങ്ങൾ 3,142 രൂപയിൽ ലേലം ഉറപ്പിച്ചു. മൊത്തം 38,074 കിലോഗ്രാം ഏലക്ക വന്നതിൽ 34,464 കിലോയും വിറ്റഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 192, RSS 5 188, ലാറ്റക്സ് 137, ജാതിക്ക 370, ജാതിപത്രി 2000 മുതൽ 2300 വരെ, ഗ്രാമ്പു 950, അടയ്ക്ക 250, കാപ്പിക്കുരു 260, കൊക്കോ പരിപ്പ് 650, കുരുമുളക് ഗാർബിൾ 68,000, കുരുമുളക് അൺഗാർബിൾ 66,000, ഏലക്ക 2,850 മുതൽ 2,950 വരെ, വെളിച്ചെണ്ണ 22,500, കൊപ്ര 17,200, ചുക്ക് 32,500.